ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. അപ്പോൾ ഞൊടിയിടയിൽ 3 തരം ഐസ്ക്രീമുകൾ. ഞാനൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിട്ടുള്ള രീതിയിലാണ് യൂട്യൂബിൽ പോയത്. ഇതേപോലെ തന്നെ നല്ല സൂപ്പർ ഫ്ലേവറോട് കൂടിയിട്ട് നമുക്ക് 3 തരം ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാം. വീട്ടിൽ കുട്ടികളുണ്ട്, ഇപ്പോൾ വെക്കേഷനാണ്, അവർക്ക് സ്പ്രിംഗ് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പാകത്തിനുള്ള 3 തരം ഐസ്ക്രീമുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ചോക്ലേറ്റ്, പിന്നൊന്ന് ബബിൾഗം, അത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. ഞാനിത് രണ്ടും കഴിക്കാത്തത് കൊണ്ട് പ്ലെയിൻ വാനില. ഒരുപാട് പേർക്ക് വാനില ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ 3 തരം ഐസ്ക്രീം നമുക്ക് ഞൊടിയിടയിൽ ഉണ്ടാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് 3 എണ്ണം മാത്രം മതി. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഓരോ ഫ്ലേവർ ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അതല്ലാത്ത പക്ഷം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മളൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. വീട്ടിലുണ്ടാക്കി വെക്കൂ, എൻജോയ് ചെയ്യൂ, കഴിക്കൂ, മക്കൾക്ക് കൊടുക്കൂ. ഓക്കെ, വരൂ നമുക്ക് കാണാം ഞൊടിയിടയിൽ ഐസ്ക്രീമുകൾ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യത്തെ ഫ്ലേവർ ഞാൻ എടുക്കുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം, ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ 500 ml വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ നല്ല പോലെ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് നമുക്ക് നല്ലപോലെ അടിക്കാൻ തുടങ്ങാം. അതൊരു പകുതി അടിച്ചിട്ട് ഒന്ന് ക്വാണ്ടിറ്റി കൂടി കാണുമ്പോൾ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും അടിക്കുക. ഇനി ചോക്ലേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ലപോലെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 സ്പൂണ് ഇല്ലെങ്കിൽ 1.5 സ്പൂണോളം കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഹോട്ട് ചോക്ലേറ്റ് പൗഡറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹോട്ട് ചോക്ലേറ്റ് പൗഡർ ആകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല മൈൽഡ് ക്രീമി ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് കുത്തുന്ന പോലെ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടാവില്ല. ഞാൻ വലിയ സ്പൂണിന് 3 സ്പൂണോളം നല്ലോണം കുമിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ ലേശം വാനില എസൻസും കൂടി ഒഴിക്കുക. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ചോക്ലേറ്റ് എസൻസ് യൂസ് ചെയ്യാം. ഇവിടെ ചോക്ലേറ്റ് എസൻസ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ക്രീമി ടെക്സ്ചർ ആവണം. ഈ ഒരു സമയത്ത് നമുക്ക് ചോക്ലേറ്റിൻ്റെ പൗഡർ മതിയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ എനിക്ക് ചുറ്റും ഭയങ്കര ആൾക്കാരാണല്ലോ, എസ്കോട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ മുതൽ ചോക്ലേറ്റ് കൂടെ വേണോ, ചോക്ലേറ്റ് കമ്മിയാവണോ എന്നുള്ളത് നോക്കാൻ കിച്ചാപ്പ് ഫുൾ ടൈം റെഡി ആയിരുന്നു. അപ്പോൾ നല്ലപോലെ ചോക്ലേറ്റൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ള രീതിയിൽ, ഇതുപോലെ ക്രീമി ടെക്സ്ചറായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ആവുന്ന സമയത്ത് നമുക്കതിനെ എടുത്തിട്ട് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു എന്താ പറയുക, അടുത്ത ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അവന് ആ ഇളക്കണ സാധനം, അടിക്കണ സാധനം വേണമെന്ന്. അപ്പോൾ അതും കൊണ്ട് ആശാൻ പോയി. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഐസ്ക്രീം ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം. ഒരു ഫുൾ ബൗൾ നിറയെ ഉണ്ടാവും 500 ml എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ ഒരു എന്താ പറയുക, ഞാൻ ഓവർനൈറ്റാണ് വെക്കാറുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് കണ്ടീഷനിൽ നല്ല രീതിയിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസ്ക്രീം നമുക്ക് കിട്ടും. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഐസ്ക്രീമാണ്. അതിനു മുമ്പ് ബൗളുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണതിന് മുമ്പ് 2 പേരും ആ ബൗളുകൾ നക്കാനും പിടിക്കാനും കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എല്ലാം വൃത്തിയാക്കി അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഐസ്ക്രീമായ വാനിലയാണ് ഞാൻ തുടങ്ങുന്നത്. വീണ്ടും വിപ്പിംഗ് ക്രീം തന്നെ നല്ലപോലെ അടിക്കുക. വാനില കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ വാനില ഐസ്ക്രീമിന് നല്ലപോലെ ആ ഒരു ഫ്ലേവർ കിട്ടണം. പിന്നെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, ഇതെല്ലാം 500 ml വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ 500 ml വിപ്പിംഗ് ക്രീമിന് 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ നന്നായി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2, അതായത് വാനില എസൻസ്, വിപ്പിംഗ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 3 കൂടി ചേർന്ന് നല്ലപോലെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാനില ഐസ്ക്രീം റെഡി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബബിൾ ഗമാണ്. ബബിൾ ഗമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൻറ്റ് ഫ്ലേവറാണ് വരുന്നത്. പക്ഷേ ഇവിടെ മിൻറ്റ് ഫ്ലേവർ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വാനില തന്നെ ബേസാക്കി വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻറ്റ് ഫ്ലേവർ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഒരു ലെയർ ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു റെഡ് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ബബിൾ ഗം ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ബബിൾ ഗം ഐസ്ക്രീം കുട്ടികളുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. വല്ലപ്പോഴേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ബ്രാൻഡായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കറുക്ക് പെറുക്കോ എന്നുള്ള രീതിയിൽ വരഞ്ഞു കൊടുക്കുക. അടുത്തത് വീണ്ടും ഒരു ലെയർ ഒഴിക്കുക. അതിലേക്ക് വീണ്ടും ഒരു ബ്ലൂ കളർ, അതായത് ബബിൾ ഗമ്മിൻ്റെ 3 കളറാണ് വരുന്നത്. അത് റെഡ് വരും, ബ്ലൂ വരും, ഗ്രീൻ വരും. ഈ 3 കളർ ബബിൾ ഗമ്മിൻ്റെ കളേഴ്സ് വരുന്ന ആ ഒരേ ഒരു രീതിയിൽ ഇങ്ങനെ സ്വേൾ ചെയ്ത് വരുന്നതാണ് ബബിൾ ഗം ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ മിൻറ്റ് ഫ്ലേവറോട് കൂടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാസ്കിൻ റോബിൻസിലൊക്കെ കിട്ടുന്ന പോലെ അതേ ഫ്ലേവറോട് കൂടിയിട്ടുള്ള നിങ്ങൾക്ക് ബബിൾ ഗം ഐസ്ക്രീം കിട്ടും. ഇവിടെ ഫ്ലേവർ മാത്രമേ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് മിൻറ്റിന് പകരം നമ്മൾ വാനില ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഓരോ കളേഴ്സ് ഇട്ട് കഴിഞ്ഞു. ആദ്യം റെഡ് ഇട്ടു, പിന്നെ ബ്ലൂ ഇട്ടു, ഇപ്പോൾ ഗ്രീൻ ഇട്ടു. അതുപോലെ ഞാൻ ഈ ഒരു കോല് വെച്ചിട്ട് കറുക്ക് പിറുക്കോന്ന് വരയ്ക്കണം കണ്ടോ, ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ബബിൾ ഗം ഐസ്ക്രീം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ അവരുടെ ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറുണ്ട്. ആ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഐസ്ക്രീമും ഓവർനൈറ്റ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഞൊടിയിടയിലുള്ള എന്താ പറയുക ഐസ്ക്രീമുകൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് തുറക്കാം. ഇവിടെ തുറക്കുന്ന സമയത്ത് എന്താണ്, ഞാൻ തുറക്കുന്നതിന് മുമ്പേ ഇവിടെ ഏട്ടനും അനിയനും കൂടിയിട്ട് പകുതിയോളം എടുത്ത് കഴിഞ്ഞു. അതല്ലേ പറയണ്ടു. ഇത് എന്താ പറയുക, ക്ഷമയില്ല മക്കളെ, ക്ഷമയില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയ്ക്ക് സൂപ്പർ രുചിയായിരുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ ഫാമിലി മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. ആ നടക്കുന്ന സമയത്താണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ്റെ 3 ബ്രദേഴ്സും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ആ നീല കളർ സാധനം ബബിൾ ഗം അടിപൊളി. മൂന്നാമത്തെ തേർഡ് വൺ വാനില. അത് വനിലയാ. തൊടില്ല. അല്ല, ഞാൻ ഭയങ്കര കുറച്ചിരിക്കുകയാണ്, ഇറങ്ങിയില്ലേ? എനിക്ക് ഒരു സ്കൂപ്പ് മതി. ഒരു സ്കൂപ്പ് ഓരോന്നിന്റെ. ഓ ശരിക്കും അല്ലടാ, അത് വന്നിട്ട് നോക്കാം അതിന്റെ ടെക്സ്ചർ. സൂപ്പർ. 4 ingredients. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കല്ലാരും. Only 4 ingredients. ആ ചോക്ലേറ്റ് സൂപ്പർ ആയിട്ട് ചെയ്യാം. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ടേ സൂപ്പർ ആയിട്ടോ. അതെനിക്ക് കടിക്കാൻ കിട്ടണ്ടേ? മലയാളം എനിക്കല്ല ഇത് നോക്ക്. Oh my god, I'm even surprised and I saw mom make it. ഇപ്പൊ പറയാം. ഒറ്റ മിനിറ്റ്. Acha say by the time this video will end. ആദ്യം വേണ്ടത് ബബിൾ ഗം. ചോക്ലേറ്റ് ഇത് നോക്ക്. പഞ്ഞി മുട്ടായി.
അച്ഛൻ ചോദിക്കാൻ പഞ്ഞിമിഠായി വേണോ അത്? ചോക്ലേറ്റ് സൂപ്പർ കിടിലൻ ടെസ്റ്റ് കിടിലൻ. അത് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ് നോക്ക്. അങ്ങനെ നമ്മൾ 3 ഐസ്ക്രീമും വിളമ്പി. ചോക്ലേറ്റ്, വാനില, ബബിൾഗം. ഞങ്ങളുടെ ഫാമിലി മീറ്റിങ്ങിൽ ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഐസ്ക്രീം. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാം. രേഷ നീ സാക്ഷി, നിങ്ങൾ സാക്ഷിയാക്കി ഞാൻ ടേസ്റ്റ് ചെയ്യും കേട്ടോ. ആദ്യം ചോക്ലേറ്റും തുടങ്ങാം. തൊണ്ടവേദനയായി പോയി, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് വന്നേനെ. ഓ ചോക്ലേറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ പണ്ടത്തെ മാംഗോ പോലെ തന്നെ ചോക്ലേറ്റ് എന്ത് ടേസ്റ്റ് ആണ്. ചോക്ലേറ്റ് ഇങ്ങോട്ട് നോക്ക്, നീ ഞങ്ങൾ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇതാ രേഷ ഇങ്ങോട്ട് നോക്ക്. വാനില സാധാരണ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരില്ല ടെക്സ്ചർ. ഇത് കണ്ടോ, ഇത് കറക്റ്റായി വന്നിക്കില്ല. കണ്ടോ അമ്മ കണ്ടോ? ബ്രേസസിന് സൂപ്പർ ഉണ്ടോ. എന്താ കംഫർട്ട്. അതെ അതന്നെ. ഞാൻ സാധാരണ ബബിൾഗം ട്രൈ ചെയ്യാറില്ല. നമ്മുടെ ബാസ്കറ്റ് താഴെ വീണ് പോയി. ഇതിന് ധാരാളമായിട്ട് സൂപ്പർ ആയിട്ടാണ്. എന്താ എങ്ങനെയുണ്ട്? ജസ്റ്റ് മേക്ക് യുവർ ഓൺ ഐസ്ക്രീംസ്. കുട്ടികൾ ലീവിലാണ്, ഉണ്ടാക്കി സൂപ്പറായി കൊടുക്കുക. സൂപ്പർ ആയിട്ടില്ലേ? നോക്കൂ, എത്ര കഴിക്കാം, എത്ര ബൗള് കഴിക്കാം. ഞാനാണ് വീഡിയോ എടുത്തത്. എനിക്ക് വെയിറ്റ് തന്നെ കൂടും. അതുള്ളത് അല്ല, ഇത് ഐസ്ക്രീം അല്ലേ. അമ്മക്കിളിയും അച്ഛനും പുറത്തിരിക്കുന്നുണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കാം. അമ്മയ്ക്ക് ഞാൻ കോണിലാണ് കൊടുത്തത്. അമ്മയ്ക്ക് 3 ഫ്ലേവറും കൂടി കമ്പൈൻ ചെയ്ത് വേണം നോക്കണം. നമ്മുടെ മുഖം നോക്കൂ, ആകെപ്പാടെ അമ്മ ഞെട്ടിയിരിക്കുകയാണ്. സന്തോഷമായി. എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന ഐസ്ക്രീം അല്ലേ, ഷുഗർ കൂടും അറിയാം. ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. 3 സ്കൂപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അച്ഛനും ഞാൻ ഓൾറെഡി അച്ഛൻ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കോണിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കോണും കൂടി കൊടുത്തു. എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. വീട്ടിൽ ക്രീമി ആയിട്ടുള്ള 3 തരം ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങോട്ടും പോകുമ്പോഴൊക്കെ കുട്ടികൾ എടുത്ത് കഴിച്ചിട്ടും പിടിച്ചിട്ടും. നിങ്ങൾ ചോക്ലേറ്റ് ഐസ്ക്രീമിൽ തന്നെ കണ്ടു, ഞാൻ തുറക്കണതിന് മുമ്പേ അവർ സ്കൂപ്പ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അതാണ് ഈ ഐസ്ക്രീമിൻ്റെ പ്രത്യേകത. സൂപ്പറായിരിക്കും. ഞാൻ പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് വൈകുന്നേരം, ശനിയാഴ്ചകളിൽ വൈകുന്നേരം ഞാൻ എടുക്കാറില്ല, അറിയാലോ. ശനിയാഴ്ച ഇസ് എ ചീറ്റ് ഡേ. അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഐസ്ക്രീം എത്ര എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പല ഫ്ലേവർ ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഓസമാണ്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കാം. ഗിവ് ഇറ്റ് എ ട്രൈ. അറിയിക്കുക. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Winnie's Kitchen.